നമസ്കാരം. കേരള പോലീസിന് അഭിമാനവും അതുപോലെ അപമാനവും സംഭവിച്ച മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയത്. കേരളത്തില് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങളൊന്നും ഇല്ല. ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഓരോ തൊഴിലാളികളുടെയും അല്ലെങ്കിൽ തൊഴിൽ ആഗ്രഹിക്കുന്നവരുടെയും വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് ജോലി ലഭിക്കുന്ന സ്ഥാപനങ്ങൾ വന്നാൽ ഒരുപക്ഷെ ഇവിടെ തൊഴിലില്ലായ്മ ഇല്ലാതായേക്കാം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരിലുമുണ്ട്, സാധാരണക്കാരിൽ മുഴുവൻ ആൾക്കാരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള യുവതി യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നു എന്നത് വസ്തുതയാണ്. മയക്കുമരുന്ന് കച്ചവടത്തിലേക്കും അതുപോലെ ആ മേഖലയിലുമൊക്കെ മറ്റ് അനാശാസ്യ മേഖലയിലേക്കുമൊക്കെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു വസ്തുത മനസ്സിൽ വെച്ച് വേണം ഇനി ഞാൻ പറയുന്ന വാർത്ത കേൾക്കാൻ. നമ്മൾ പ്രാഥമികമായി നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ മുഴുവൻ കേരളം മുഴുവൻ അനാശാസ്യ പ്രവർത്തനമാണ്, ഇവിടെ ചീഞ്ഞു നാറി നടക്കുന്ന ഒരു സംസ്കാരമില്ലാത്ത ഒരു വിഭാഗമാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ ദ്യോതിപ്പിക്കുന്ന വിധമാണ് ഇവിടെ വാർത്തകൾ പ്രചരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റുന്നില്ല. നമുക്കിവിടെ ശക്തമായ ഒരു നിയമ സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. ആ പോലീസ് സംവിധാനത്തെ നമ്മുടെ സർക്കാർ കടിഞ്ഞാണിട്ട് കഴുത്തിന് കയറിട്ട് കാലിൽ വിലങ്ങിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. സർക്കാരിന്റെ നീക്കമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് മാത്രം അനുസരിച്ച് പാവയായാണ് ഇപ്പോ ഒരുപക്ഷെ പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ജനങ്ങൾ ധാരാളം വീഡിയോകളും മറ്റു വാർത്തകളും അല്ലാതെയും കമന്റുകളിലൂടെയും ട്രോളുകളിലൂടെയും സംസാരിക്കുന്നുമുണ്ട്. അതിൽ നിന്നുമൊക്കെ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇതിനിടയിലാണ് കൊച്ചിയിൽ ഒരു വലിയ സംഭവം നടക്കുന്നത്. ആ സംഭവത്തിലും 2 പോലീസുകാർ. നോക്കൂ, ഇവിടെ കൊച്ചിയിൽ വമ്പൻ റാക്കറ്റുകൾ, അനാശാസ്യ റാക്കറ്റുകൾ 2 കേസുകളായി 10-12 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒരു ഭാഗത്ത് കലാഭവൻ റോഡിലുള്ള മോക്ഷ സ്പായിൽ അതിന്റെ സംരക്ഷകരായി 2 പോലീസുകാരും ഉണ്ട് എന്നുള്ളതാണ്. ഒരു ട്രാഫിക് ASIയും അതുപോലെ ഒരു ASIയും. ട്രാഫിക് ASI രമേശ്, പാലാരിവട്ടം ASI ബ്രിജേഷ് ലാൽ എന്നിവരാണ് ഈ 2 പേര്. അപ്പോ ഈ പോലീസുകാർ എന്ന് പറഞ്ഞാൽ കേരള പോലീസിനെ നമുക്കറിയാലോ, ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നു, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു, ഒരുപാട് പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുന്നു. മേലുദ്യോഗസ്ഥരുടെ ആത്മത്തുപ്പം, ആത്മഹത്യ പെരുകുന്നു, അങ്ങനെ പലതും നടക്കുന്നു. ഇതിനിടയിൽ അതായത് പോലീസിന് അത്രത്തോളം ജനങ്ങളുടെ സപ്പോർട്ട് കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ അതേ പോലീസുകാരെ പറയിപ്പിക്കാൻ വേണ്ടി ഇവിടെ മറ്റ് 2 പോലീസുകാർ പെൺവാണിഭത്തിന് കൂട്ടുനിൽക്കുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലക്ഷങ്ങൾ. അതുപോലെ കൊച്ചിയിലെ മറ്റൊരു വൻ പെൺവാണിഭ റാക്കറ്റിനെ പിടിക്കുമ്പോൾ ഒരു പ്രവീൺ, മലയാളിയായിട്ടുള്ള എരുമേലി സ്വദേശിയായിട്ടുള്ള ഒരു പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പരിശോധിക്കുന്ന പോലീസുകാർ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ മാത്രം വന്നിട്ടുള്ളത് 1,68,00,000. ആ പ്രവീണിനെ നിയന്ത്രിക്കുന്നത്, അതായത് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് തൃശ്ശൂരുള്ള മറ്റൊരു പ്രവീൺ. അയാൾ മുംബൈയിൽ ഇരുന്നു കൊണ്ട് ഇതിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ്. ഇവിടെ ഒരു ആഭ്യന്തര വിഭാഗമുണ്ട്, ഒരു മുഖ്യമന്ത്രിയുണ്ട്, കുറെ മന്ത്രിമാരുണ്ട്, അവരുടെ കീഴിൽ ഒരുപാട് തണൽ സേവനങ്ങൾ മേഖലകളുണ്ട്, പല മേഖലകളുമുണ്ട്. പക്ഷെ ആ മേഖലകളിലൊക്കെ ഇവിടെ ജീവിതവും സുരക്ഷിതമായിക്കൊണ്ട് സന്തോഷകരമായി ജീവിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഒരുക്കുന്നുണ്ടോ? കഴിഞ്ഞ ഒരു 4-5 വർഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് സംസാരിച്ചാൽ മനസ്സിലാവും എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തമോ ഇവിടെ ചർച്ചയാകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചർച്ചയാകുന്നുണ്ടോ? ഇവിടെ പാർട്ടികൾ, രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു, VD സതീശൻ എന്ത് ചെയ്തു, പിണറായി എന്ത് ചെയ്തു, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ എന്ത് ചെയ്തു, അവിടെ സുരേഷ് ഗോപി എന്ത് ചെയ്തു, മോദി എന്ത് ചെയ്യുന്നു, ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഒരു വാക്ക് ഇവിടെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഭരണ സംവിധാനമുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് വയനാട് ലാൻഡ് സ്ലൈഡിൽ വന്നിട്ടുള്ള 700 കോടി രൂപ മുങ്ങിയത്. ഇപ്പൊ ഒന്നുമില്ല, ഒരു ലിസ്റ്റ് കൊണ്ടു കൊടുത്താൽ ക്രമക്കേട് വന്നത്. ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല, വിഷയം അതല്ലല്ലോ. അതിന്റെ തെളിവ് ഞാൻ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. അതായത് ഇവിടുത്തെ ജനങ്ങളെ നോക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യം പരിഗണിക്കാൻ, അവരുടെ സാമ്പത്തിക അവസ്ഥയെ നേരാവണ്ണം നിലനിർത്തി കൊടുക്കാൻ ഇവിടെ യാതൊരു സംവിധാനവുമില്ല, അവർക്ക് വരുമാനവുമില്ല. സ്വാഭാവികമായും ഇതുപോലെ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ചരസും അതുപോലെ പെൺവാണിഭവുമായി കേരള ജനത നട്ടോട്ടം ഓടുന്നു. അതിനാകട്ടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിലെ 2 ഉദ്യോഗസ്ഥർ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് അതിന് പ്രതിഫലമായി കിട്ടുന്നതും ലക്ഷങ്ങൾ. എവിടേക്കാണ് നമ്മുടെ കേരളത്തിന്റെ പോക്ക്? നമ്മുടെ കേരളം ഭരിക്കുന്നവർ എവിടേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പലതും നടക്കുന്നുണ്ട്. സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങൾ, ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങൾ, സമൂഹത്തെ മൊത്തത്തിൽ മുച്ചൂട് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങൾ കുറേ ഉണ്ട്, എടുത്തു നോക്കൂ. ആ സമ്മേളനങ്ങൾ മുഴുവൻ എടുക്കുമ്പോൾ കഴിഞ്ഞ കുറെ കാലമായി പാസ്സാക്കുന്ന നിയമങ്ങൾ നോക്കുമ്പോൾ
നടപടിക്രമങ്ങളും നടപടികളും നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളുടെ വളർച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നിയമസഭയിൽ തമ്മിൽ അടികൂടുന്നത് അവരുടെ രാഷ്ട്രീയ യുദ്ധമാണ്. രാഷ്ട്രീയ യുദ്ധം നടത്തേണ്ട സ്ഥലമാണോ നിയമസഭ? അവിടെ അവരുടെ പാർട്ടിയെ കുറിച്ചുള്ള അലക്കലുകൾ, വിഴുപ്പലക്കുകൾ അലക്കേണ്ട സ്ഥലമല്ല അത്. അവിടെ സംസാരിക്കേണ്ടത് നമ്മുടെ ഇന്ന മണ്ഡലത്തിൽ, ഇന്ന പഞ്ചായത്തിൽ, ഇന്ന വാർഡിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ ഇങ്ങനെ വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവൻ ഇന്ന രീതിയിൽ കുറച്ച് വിഷയങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചല്ലേ അവിടെ ചർച്ച ചെയ്യേണ്ടത്. പകരം അവിടെ നിന്നുകൊണ്ട് വി ഡി സതീശൻ അപ്പിയിട്ടോ പിണറായി മുള്ളിയോ എന്നൊക്കെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അവിടെ നടക്കും സത്യത്തിൽ. പക്ഷെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, ആ ജനങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ, നിയമസഭയിൽ സംസാരിക്കാൻ കഴിയണം. അങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട് ഇവരിങ്ങനെ പോകുന്നു? എന്തുകൊണ്ട്? മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിച്ചാൽ അവരുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ അതുപോലെ തൊഴിലിടങ്ങളുടെ ഒക്കെ സാഹചര്യം ഇവിടെ വർദ്ധിപ്പിച്ചാൽ ഇത്തരത്തിലുള്ള അനശാസ്ത്ര പ്രവർത്തനം നടക്കില്ല. അതിന് തടയിടാൻ നമുക്ക് ശ്രമിക്കും. പക്ഷെ അതിന് പകരം ഇവിടെ സംസാരിക്കുന്നത് രാഷ്ട്രീയ യുദ്ധമാണ്. അവിടെ കേന്ദ്രം തരുന്നില്ല, ഇവിടെ സംസ്ഥാനം ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ആരാണ് അനുഭവിക്കുന്നത്? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളല്ലേ. ഈ ജനങ്ങളുടെ കാര്യം ഇനി ആരാണ് നോക്കുന്നത്? അതേ ജനങ്ങളുടെ നിയമവും നീതിയും സംരക്ഷിക്കേണ്ട പോലീസ് സേന പോലും കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഈ അനാശാസ്യത്തിന് കൂട്ടുനിൽക്കുന്നു, വാണിഭത്തിന് കൂട്ടുനിൽക്കുന്നു. മുമ്പൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലുള്ള പലരെയുമാണ് അതിൽ കണ്ണി ചേർത്തുകൊണ്ട് 1, 2, 3 മലയാളികൾ ഒരുപക്ഷെ ഇവിടുത്തെ നടത്തിപ്പുകാരായിട്ടോ മറ്റോ ഉണ്ടായേക്കും. ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾ മുഴുവൻ വടക്കേ ഇന്ത്യയിൽ നിന്നോ മറ്റെവിടെന്നെങ്കിലും ആയിരിക്കും. അതായിരുന്നു അവസ്ഥ. പക്ഷെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാരും മലയാളികളാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, അത് മുംബൈയിൽ ഇരുന്നു കൊണ്ട് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി അടക്കം മലയാളിയാണ്, തൃശ്ശൂർ സ്വദേശിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാകുന്നത്. ഇതൊക്കെ വടക്കേ ഇന്ത്യയിലല്ലേ, അവിടെയുള്ളവരല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആ കാലത്തിൽ നിന്ന് ഇതൊക്കെ ഇന്ന് കേരളത്തിലാണ്, ഇവിടെയുള്ളവരാണ് എന്ന നിലയിലേക്ക് വന്നു. 2 കേസുകളിലാണ് ഈ 12 പേരെ അറസ്റ്റ് വന്നിട്ടുള്ളത്. മലയാളികളായ എരുമേലി സ്വദേശിയായ പ്രവീൺ 1,68,00,000 രൂപ ഒരു കൊല്ലം കൊണ്ടുണ്ടാക്കി. അത്രയും വലിയ ബിസിനസ് വേറെ ഏതാ ഉള്ളതെന്ന് പറയും. അപ്പോ സർക്കാർ അതിന് ലൈസൻസും കൊടുക്കട്ടെ. പെണ്ണുള്ളിടത്തെ പെൺവാണിഭം ഉണ്ടാകൂ എന്ന് മുമ്പ് ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിലാണ്. പക്ഷെ അത് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമാകുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇതിൽ സമൂഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാശ് വേണ്ടേ? കാശ് എങ്ങനെ ജീവിക്കും? അവർക്ക് തൊഴിലുണ്ടോ? തൊഴിലെടുക്കാൻ വല്ല മാർഗമുണ്ടോ? അപ്പൊ സ്വാഭാവികവും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതേ ഉള്ള തൊഴില് ഇത് മാന്യമ തൊഴിലാണോ? എന്നല്ല. ഇന്നത്തെ സാമ്പത്തികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. 10, 100, 200, 500 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഒരു ദിവസം. അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അത്രത്തോളം ബാധ്യതകൾ ഓരോരുത്തരുമുണ്ട്. ഇതുപോലുള്ള കണികളെ കൊണ്ട് തലവെച്ചു കൊടുക്കാണ്. ഒരിക്കൽ തലവെച്ചു കൊടുത്താൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയുമ്പോൾ അതിൽ അടിപ്പെട്ടു പോവുകയാണ്. ഇന്ന് ഈ പിടിക്കുന്ന ഓരോ വ്യക്തികളെയും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1, 2 പേരെ പ്രതികളുണ്ടാവും, ബാക്കിയുള്ളവർ കുടുങ്ങിയ ഇരകളായിരിക്കും. പക്ഷെ പ്രതിസ്ഥാനത്ത് അവർ നിൽക്കുമ്പോൾ അവരും അവരുടെ കുടുംബവും നശിച്ചു പോകുന്നുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിനൊക്കെ ഉത്തരവാദിത്വം പറയേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്. കാര്യം ഇവരെ ഒക്കെ ഇതിൽ നിന്നൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ചേർത്ത് പിടിച്ചോളാം, ഞങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റുള്ള നമ്മുടെ ജനനേതാക്കൾ, ജനപ്രതിനിധികൾ അവർ അവരുടെ ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ ജീവിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. സ്വാഭാവികമായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടണം. കുറ്റവാളികളെ പിടിച്ചു അവരെ ശിക്ഷിച്ചു എന്ന് പറയുന്നതിലല്ല, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ഒരു സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കുന്നതാണ് ഭരണ നേട്ടം എന്ന് ഭരിക്കുന്ന ഓരോരുത്തരും ഓർത്താൽ നന്ന്. Different angles. Don't forget to subscribe and support this channel.